ഗ്രാസിം ഫൈബർ ഡിവിഷന്റെ മൂന്നാമത്തെ കുടുംബസംഗമമാണ്. വളരെ വിജയകരമായ കുടുംബസംഗമാണ് ഇത് ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ എടുത്തിരുന്നത് പാറോസ് കൂട്ടായ്മയിലൂടെ മാത്രമായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ ഗ്രാസിം ഫൈബർ ഡിവിഷന്റെ മൊത്തം ആളുകാരെ, കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ള തൊഴിലാളികളെയും സ്റ്റാഫുകളെയും ഒക്കെ പങ്കെടുപ്പിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം ഇവിടെ വന്ന് ഈ പരിപാടിയിൽ സംഗമിച്ച ആൾക്കാരൊക്കെ ഈ ഫാക്ടറിയുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. അത് മാത്രമല്ല, മാവൂരിന്റെ അവരെ ജീവിതം മുഴുവൻ മാവൂരിലായിരുന്നു. അവരെ കുട്ടികളെ ജീവിത നിലവാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നു. മാവൂരിനുമായിട്ട് വലിയ ഭയങ്കരമായ ബന്ധങ്ങളാണ് അവർക്കുണ്ടായത്. അത് ഇന്ന് വളരെ ഞങ്ങളെ ഈ കമ്മിറ്റി രൂപം കൊടുത്തതിന് ശേഷം 18ഓളം മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ നീക്കുന്നത്. ഈ നീക്കയില് സ്റ്റാഫ് അസോസിയേഷൻ, അതേമാതിരി തന്നെ മറ്റുള്ള പോഷക സംഘടനകളിൽപ്പെട്ട എല്ലാ ആളുകളും, രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരും ഇത് വലിയ പിന്തുണയാണ്. NPയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ ഇവിടുത്തുകാരനാണ് മാവൂർ കോളേജിലെ ട്രേഡ് യൂണിയൻ നേതാവായി വളർന്നു വന്ന ഒരാൾ. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അദ്ദേഹം കൂടി നിർദ്ദേശമാണ് ഈ പരിപാടി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ ആവേശിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ധർമ്മേട്ടന്, പങ്കിയാക്ഷേട്ടന് അവരൊക്കെ ആശംസകളോട് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ മാവൂരിലെ സാമൂഹിക രംഗത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഈ കാര്യത്തിൽ, ഈ സംഗമത്തിൽ വലിയ 2 പ്രമേയങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു. ആ പ്രമേയം നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്, യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ്, പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിലാക്കപ്പെടുന്നു, അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും മേലിൽ ഞങ്ങളെ ഭാവി പ്രവർത്തനത്തിന് തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ മുൻകൈ എടുക്കുമെന്നും ഈ പരിപാടി ഞങ്ങൾക്ക് നന്നായി നടത്താൻ പ്രചോദനം തന്ന എല്ലാവരെയും ഞങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇതിനുവേണ്ടി ഈ പരിപാടി ഇനിയും നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാനും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ, കുടുംബ ആൾക്കാരുടെ കാര്യത്തിൽ ഇനിയും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ. ആ കാര്യത്തിൽ ഞങ്ങളെ കൂടപ്പറപ്പുകളായ ആൾക്കാർ, സുഖമല്ല കിടക്കുന്ന ആൾക്കാരെ പോയി കാണുകയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിനുള്ളിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആശ്വാസത്തിക്ക് വരുത്തുന്ന ചെറിയ സാമ്പത്തിക സഹായം വരെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഇനിയും അത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് ഈ സംഗമത്തിലൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ കൂട്ടായ്മ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Invest your sleep on right mattress. For rich mattress for healthy sleep.